അച്ചുവേട്ടനോട് ആ പെണ്ണിനുള്ളത് ആത്മാർത്ഥമായ സ്നേഹമാണെന്നുള്ളത് ഉറപ്പാ. അതുകൊണ്ട് അവൾ ആ സമയത്ത് അങ്ങനെ വന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ നാട്ടാമയുടെ ഗുണ്ടകൾ നമ്മളെ വെട്ടിക്കീറുമായിരുന്നില്ലേ? എന്താണ് ആലോചിക്കുന്നത്? അല്ല, മുതലിയാരുടെ ഒത്താശയോടെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇത്രയും രഹസ്യമായി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഈ വിവരം നജീബ് എങ്ങനെ അറിഞ്ഞു? ഞാൻ പാപ്പാത്തിയോട് യാത്ര ചോദിച്ചിരുന്നു. നീ വിചാരിച്ചതുപോലെ എല്ലാം നടന്നില്ലേ? ഇനി ഈ പാതിരേക്ക് എന്തിനുള്ള പുറപ്പാടാ? മാപ്പ് പറയാൻ വന്നതാ. അറിഞ്ഞോ അറിയാതെയോ ഒരിഷ്ടം തോന്നിപ്പോയി. അതിനു വേണ്ടിട്ട് എന്തൊക്കെ വെട്ടിത്തരങ്ങൾ കുറെ കാട്ടിക്കൂട്ടി. ഞാൻ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമായിരുന്നു എന്ന് നാട്ടാമ്മയോട് പറഞ്ഞോളാം. അതിനുള്ള എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങിച്ചോളാം. ഒരപേക്ഷയേ ഉള്ളൂ. ഞാൻ കാരണം ആതിരയോടും നജീബിക്കയോടും പക തോന്നരുത്. ഇനി ശല്യപ്പെടുത്താൻ വരില്ല. രാത്രി മുഴുവൻ തൂക്കം കെട്ടത് മിച്ചം. எல்லாமே தொலைச்சது அவனோட மச்சான் தான், அந்த நஜீப். அவனுக்கு ஒரு சூடு போடட்டுமா? போடணும்டா. மச்சானுக்கு மச்சான் எதிர்த்தான். அது நமக்கு நல்லதா போச்சு. ஒரே கல்லால 2 மாங்காவை அடிக்கலாம். அடிச்சிடுறேன். ஆனா இதுக்கு பின்னால நான் இருக்கேன்னு வெளியில யாருக்குமே தெரியக்கூடாது. ஓகே ஓகே ஓகே. മീനാക്ഷി സിൽക്ക് ബംഗ്ലാവ്. ഇത് തന്നെ. എന്താ? മലയാളിയാണല്ലേ? മാതാവ് കാത്തു. ഞാൻ പൈലിപ്പിള്ള. ഇതെന്റെ പിള്ളേരാ. എന്താ വേണ്ടേ? ഇവിടെ കൊണ്ടുവന്ന പണിക്കാരെ കാണാൻ വന്നതാ. ഇവിടുത്തെ പണിക്കാർക്കൊക്കെ മീനാക്ഷിയുടെ കല്യാണം പ്രമാണിച്ച് ലീവ് കൊടുത്തിരിക്കുക. ഞാൻ ചോദിച്ചത് ഇവിടെ കൊണ്ടുവന്ന നജീബിന്റെ അച്യുതൻകുട്ടിയുടെയും കാര്യം. അവരെയാണോ? നജീബ് ഇവിടുത്തെ പുറയിലെ ഔട്ട് ഹൗസിലാ. അച്യുതൻകുട്ടിയോ? പുള്ളിക്കാരന്റെ അപ്പുറത്തെ മുതലിയാർ ബംഗ്ലാവിലാ. ഞങ്ങൾക്ക് ആദ്യം കാണേണ്ടതാ നജീബിനെയാ. ആളിവിടെ ഇല്ലെന്നാ തോന്നണത്. പറഞ്ഞ അവധി കഴിഞ്ഞ കടം വാങ്ങി 10 ലക്ഷം പലിശ നജീബ് തന്നില്ലെങ്കിൽ അച്യുതൻകുട്ടി തരാന്നല്ലേ പറഞ്ഞത്? അവധി കഴിഞ്ഞല്ലോ, ഇനി എന്തിനാ നജീബിനെ കാണുന്നത്? അച്യുതൻകുട്ടിയെ കണ്ടാ പോലെ. അതങ്ങനല്ലടാ. അവധി കഴിയും മുമ്പ് നജീബ് ഇങ്ങ് വിട്ടു പോന്നില്ലേ? അതുകൊണ്ട് അവധി കഴിഞ്ഞു വരും അവനെ കണ്ടു പറഞ്ഞിട്ട് 2-1 അറിഞ്ഞിട്ട് അച്യുതൻകുട്ടിയെ കാണുന്നതല്ലേ മര്യാദ? അതാ നജീബിന്റെ മറ്റവനല്ലേ? നിക്കടാ. എന്താ സിഎംഎ? നാട്ടിൽ നിന്ന് പൈലിപ്പിള്ളയും ഗുണ്ടകളും വന്നിട്ടുണ്ട്. ഈശ്വര, എന്നെ കണ്ടു കാണുമെന്തോ. കണ്ടാലെന്താ? കാശ് കൊടുത്ത് ആരുടെയും കയ്യും കാലും തല്ലി ഓടിക്കുന്ന പാർട്ടികളാ. അതിന് സിഎം എന്തിനാ പേടിക്കുന്നേ? പറഞ്ഞ പോലെ ഞാൻ എന്തിനാ പേടിക്കുന്നേ? നീ എന്തിനാടാ ഞങ്ങളെ കണ്ടപ്പോ ഓടി? ഞാൻ നിങ്ങളെ കണ്ടില്ല, നിങ്ങൾ എന്നെയാ കണ്ടത്. അതുകൊണ്ടല്ലേ ഓടിയത്. എന്താ പൈലിപ്പിള്ള ചേട്ടാ ഇവിടെ? നജീബിനെ ഒന്ന് കാണാനാ. നജീബ് ഇവിടെ ഇല്ല. കാർപ്പന്റേഴ്സിന് ഏർപ്പാടാക്കാൻ സിറ്റി വരെ പോയിരിക്കും. ഏത് സിറ്റി പോയാലും ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. എന്താ കാര്യം? ഞാനും അച്യുതൻകുട്ടിയും തമ്മിൽ ഒരു കരാറുണ്ട്. അത് പ്രകാരം അച്യുതൻകുട്ടി എനിക്ക് കാശ് തരും. ഞാൻ നജീബിന്റെ കണക്ക് തീർക്കും. കാണിക്കല്ലേ? മലയാളം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിവായോ, രക്ഷിക്കണേ. ഞാൻ നിരപരാധിയാണ്. അച്ഛാ വേണ്ട നജീബ്. തിരിയടാ വണ്ടി. പടച്ചോനെ, പൈലിപ്പിള്ള അവിടെ നിൽക്കേ. அந்த பக்கம் பார்க்கலாம். வாங்கடா. എടാ എന്നെ വിട്ട് ഓടിക്കലടാ. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. പോയി പിടിടാ മോട്ടെ. അവിടെ നിൽക്കാൻ. എന്റെ ഉമ്മോ, ഉമ്മാര് പോയില്ലേ? டேய், அவன் ஆளை கூட்டிட்டு வந்திருக்கேன்டா. முதல்ல மற்றவங்களை எல்லாம் அடிச்சு துரத்திடு. அவனை மட்டும் எனக்கு வேணும். അതെ, അവൻ ആളെ കൂട്ടി വന്നിരിക്കുക. എന്നാ തുടങ്ങാം. ചുണയുണ്ടെങ്കിൽ അടിക്കടാ. അടിച്ച് കിടന്ന്, അടിച്ച് കിടക്കടാ. ആ പൈപ്പിലാണ്
എന്താ എന്റെ നജിക്കായ്ക്ക് പറ്റിയത്? തലയ്ക്ക് അടിയേറ്റതിന്റെ ഷോക്കില് ബോധം തെളിഞ്ഞിട്ടില്ല. എവിടെ കിടത്തിരിക്കണേ? മേളത്തെ റൂമിലാ. വരൂ. പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്താ ഉണ്ടായത്? എന്താ സംഭവിച്ചതെന്ന് ബോധം തെളിഞ്ഞാലേ അറിയാൻ പറ്റൂ. ആ പൈലിപ്പിള്ള അവിടെ വന്ന് കണക്ക് തീർക്കുന്നു പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇതിങ്ങനെ വരുമെന്ന്. അയാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് അച്യുതൻകുട്ടിയാ. ബാലമാമ എത്രയും പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വന്നേ പറ്റൂ. പ്രശ്നമുണ്ട്. നീയും നജീബായിട്ട് പിന്നെയും പ്രശ്നം ഉണ്ടായോ? നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ എനിക്ക് അവനോട് ഒരു വൈരാഗ്യവും ഇല്ല. നേരാണോ? അതെ. ഇനി ഒരു കാര്യം ഞാൻ ബാലമാമയോട് തുറന്നു പറയാം. എന്റെ കൂടെ നിന്നപ്പോ അവനുണ്ടായിരുന്ന ഉത്തരവാദിത്വം ഇല്ലായ്മയും ഉഴപ്പും മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം കാണിച്ചതാ ഇതൊക്കെ. ഈശ്വര, ഞാൻ എന്തായി കേക്കണേ? സത്യം പറഞ്ഞ ഈ ഇവന്റിന്റെ പകുതി അവനെ കൊണ്ട് ചെയ്യിക്കാൻ ഞാൻ നിർബന്ധം പിടിച്ചത് ആരെയും അറിയിക്കാതെ അവൻ വരുത്തി വെച്ച കടങ്ങൾ വീട്ടിക്കോട്ടെ എന്ന് കരുതിയ. പക്ഷെ ഇപ്പൊ കാര്യങ്ങളാകെ കൈവിട്ടു പോകുന്ന മട്ട. അതുകൊണ്ടാ അത്യാവശ്യമായിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. നീ എന്താ കാര്യം പറ. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അമ്മാമ്മ ഇവിടെ വന്നിട്ട് പറയാം. തൽക്കാലം അമ്മയും അശ്വതിയും ഇതൊന്നും അറിയണ്ട. എന്താടാ ആ പൈലിപ്പിള്ള അയാളുടെ ആൾക്കാരും കൂടി നജീബിനെ തല്ലിന്ന്. പൈലിപ്പിള്ളേ? അയാൾ ഇവിടെ എത്തി. എന്തിനാ അവനെ തല്ലിയത്? അതൊന്നും അറിഞ്ഞൂടാ. നജീബിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ്. ഈശ്വര, അച്ചോട്ടൻ വിളിച്ചു വെച്ച് തല്ലിച്ചതാണെന്നാ പറയണത്. നീ വണ്ടി കയറ്. എന്താ ഇത്? ചത്തൊന്നറിയാൻ വന്നാണോ? വേണ്ട, എന്നെ ഇനി അങ്ങനെ വിളിക്കണ്ട. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ട, ഒക്കെ എനിക്ക് മനസ്സിലായി. എന്റെ ദോഷജാതകം കാരണം നിങ്ങൾക്കൊരു ജീവിതം ഇല്ലാണ്ടാവുമെന്ന് കരുതി എല്ലാം അവസാനിപ്പിക്കാൻ പോയെടുത്തുനിന്ന് എന്നെ രക്ഷിച്ചോണ്ട് വന്ന് എനിക്കൊരു ജീവിതം തന്നയാളാ എന്റെ നജീക്ക. നിങ്ങളൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കണ്ടിട്ട് മതി നമുക്കൊരു കുഞ്ഞും കുടുംബമെന്നും പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. അതിനു വേണ്ടിയാ ഈ വാശി മുഴുവൻ കാട്ടിയത്, അല്ലാതെ നിങ്ങളെ തോപ്പിക്കാനല്ല. ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തേ? ഒന്നും ഞാൻ അറിഞ്ഞതല്ല. വേണ്ട, ഇനി കള്ളം പറയണ്ട. കാണണ്ട എനിക്ക്. പോയ്ക്കോ, ഇറങ്ങി പോയ്ക്കോ എന്റെ കൺമുമ്പിൽ.